കഴിച്ചനാദ്യമായി ഈ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ആഴ്ചയിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഈ ജപമാല മാസത്തിൽ ജപമാല പ്രാർത്ഥനയുടെ കൂട്ടായ്മയും സ്നേഹവും നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകുവാൻ പരിശുദ്ധമയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെ നിയോഗങ്ങളെ പരിശുദ്ധമയുടെ വിപുല ഹൃദയങ്ങളെ ഈശ്വരത്തിന്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ പ്രാർത്ഥിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നത്തെ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. പരിശുദ്ധൻ
പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗ്ഗത്തിലുള്ളതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആകാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഇന്നെന്നാളും നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികരണത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കിയണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സൃഷ്ടിയുമെന്നെന്നും. അനവധ്യൻ മമനാഥാനിൻ മഹിമയ്ക്കഴകിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ ലഭിക്കുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും തന്നെ ഒടിച്ചു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ എല്ലാറ്റിന്റെയും ശ്രദ്ധാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തിൽ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ,
ഇവിടെ പുറത്ത് നിൽക്കുന്നവരെ അകത്തേക്ക് വരും. ഇഷ്ടംപോലെ സ്ഥലത്ത് വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധരും ബലവാനും അർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനും എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും നിയമാവർത്തന പുസ്തകത്തിനുള്ള വായന അധ്യായം 12 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത കസേരകളുണ്ട്. ആരും പുറത്തേക്ക് പോകരുത്. അടുത്ത കസേര ഇഷ്ടംപോലെ കസേരകളുണ്ട്. പുറത്തു നിന്നവരൊക്കെ ഇഷ്ടംപോലെ കസേരകളുണ്ട്. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ധരിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവമായ കർത്താവിന്റെ സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും. നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും വിവാഹിതന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാപിതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടും സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോട് മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ. അത് ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യമാണ്. ഏകാഗ്നിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക. ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വസിയേക്കാൾ ഹീനനുമാണ്. 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവരും ഒരുവന്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ കണക്കിൽ ചേർക്കാവൂ. മാത്രമല്ല അവർ സൽപ്രവർത്തികളിൽ വഴി ജനസമ്മതി നേടിയുള്ളവരായിരിക്കണം. അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിഷ്ണുരുടെ പാദങ്ങൾ കഴിക്കുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവർത്തികൾക്കും വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരായിരിക്കണം. നമ്മുടെ ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമിന്മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. യജമാനൂരകപുരികകവിതം തൂലിക പോലെ നാവിപ്പോൾ. താരനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവും ആയിരത്തിൽ ചേരട്ടെ. ആമേൻ.
നിങ്ങളോടുകൂടെ. അങ്ങയുടെ മഹിമയുടെ നാമത്തോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കട്ടെ. പുനരുത്ഥാനത്തെക്കുറിച്ച് പുനരുത്ഥാനമില്ലെന്ന് പറയുന്ന സദുക്കായ അത് തന്നെ ഈശോയെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട്. ലംഘടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു, സന്താനമില്ലാതെ ഭാര്യയെ സഹോദരൻ വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും, അങ്ങനെ 7ാമൻ വരെയും. അവസാനം ആ സ്ത്രീ മരിച്ചു. അതിൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നുണ്ടല്ലോ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പിന്നെയോ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. ഞാൻ അബ്രഹാത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടുന്ന് മരിച്ചവരുടെയല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ജനക്കൂട്ടം ഇത് കണ്ടപ്പോൾ ഈശോയുടെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കട്ടെ. പുനരുത്ഥാനത്തിൽ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. ഈശോമിശിഹായിക്കും എനിക്കും പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനം ഇല്ല എന്ന് വാദിച്ചിരുന്നവരോട് ഈശോ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നൽകുകയാണ്. അടുത്ത ഞായറാഴ്ച നവംബർ 2-ാം തീയതിയാണ് മരിച്ചുപോയവരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദിനത്തോട് നമ്മൾ എടുക്കുമ്പോൾ പുനരുത്ഥാന വിശ്വാസം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുവാൻ ഈശോ പുനരുത്ഥാനത്തെ പറ്റിയുള്ള വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നമുക്ക് നൽകുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം തിരുവചനം, പുനരുത്ഥാനത്തിൽ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. അവിടെ വിവാഹം ചെയ്യലോ ചെയ്തു കൊടുക്കലോ ഒന്നുമില്ല. അവിടെ പുരുഷൻ സ്ത്രീ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ദൈവത്തിന്റെ ദൂതന്മാരെ പോലെയാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിക്കുണ്ടായ ഒരു സ്വർഗ ദർശനം ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു സ്വർഗീയ ദൂതൻ ഒരു സംഗീതോപകരണം വായിക്കുന്ന ഒരു ദർശനമാണ് ഫ്രാൻസിസ് അസീസിക്ക് ലഭിക്കുക. ഈ സ്വർഗീയ ദൂതന്റെ ഈ സംഗീതോപകരണ വായനയിൽ അതിന്റെ മധുരിമയിൽ മനം കുളിർത്ത ഫ്രാൻസിസ് അസീസി പറയുകയാണ്, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഈ സംഗീതോപകരണം വായിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകും. അത്രയ്ക്ക് മധുരതരമാണ് ഈ സംഗീതം, ഈ സ്വർഗത്തിലെ സംഗീതമെന്ന്. നിങ്ങൾ ഇനി ഒരിക്കൽ കൂടി ഈ സ്വർഗീയ ദൂതൻ ഒരിക്കൽ കൂടി ഈ സംഗീതോപകരണം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്വരമാധുര്യമയിൽ ഞാൻ അപ്പോൾ മരിച്ചു പോകും. അത്രമാത്രം മധുരതരമായിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷ നേരത്തെ സ്വർഗീയ അനുഭൂതി ഇപ്രകാരമുള്ളതാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ സ്ഥിരമായ വാസം, സ്വർഗത്തിലെ ദൂതന്മാരോടൊപ്പമുള്ള അസ്വർഗീയ ദൂതന്മാർക്ക് തുല്യമായിട്ടുള്ള അസ്വർഗീയ അനുഭവം എത്ര മനോഹരമായിരിക്കും, എത്ര സുന്ദരമായിരിക്കുമെന്ന് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ഈ സ്വർഗീയ അനുഭൂതിയുടെ ആ ദർശനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുവാനുള്ള ഈ അവസരം ദൈവം നമുക്ക് ഓരോരുത്തർക്ക് നൽകുകയാണ്. ഈ ഭൂമിയിലെ നന്മ നിറഞ്ഞ ജീവിതം വഴി, വിശുദ്ധിയുള്ള ജീവിതം വഴി നമുക്കും സ്വർഗം സ്വന്തമാക്കുവാനും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുവാനുമുള്ള ആഹ്വാനമാണ് ഈശോ നമുക്ക് ഇന്ന് നൽകുന്നത്. പുനരുത്ഥാനമില്ല എന്ന് വാദിച്ചിരുന്നവരാണ് സദുക്കായ. ഈ സദുക്കായ വിഭാഗം ഇസ്രായേൽ ജനത്തിലെ ഒരു പ്രബല വിഭാഗമാണ്. അവർ ദാവീദ് രാജാവിന്റെയും സോളമൻ രാജാവിന്റെയും കാലത്തെ
പ്രധാന പുരോഹിതരായ സാദോക്യന്റെ പിൻതലമുറക്കാരാണ് അവർ. എന്നാൽ അവർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു, അതുകൊണ്ട് ഈ ലോക ജീവിതം പരമാവധി ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഈ സദുക്കായരുടെ ആഗ്രഹം. അതുകൊണ്ട് പുനരുത്ഥാന വിശ്വാസം യുക്തിക്ക് നിരക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈശോയുടെ അരികിൽ തർക്കത്തിനായി എത്തുകയാണ്. പുനരുത്ഥാനം ഇല്ല, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കാം എന്ന അവകാശവാദവുമായി അവർ ഈശോയുമായി തർക്കിക്കാൻ വരികയാണ്. പുനരുത്ഥാനമില്ല എന്ന ആശയവുമായി. എന്നാൽ ഈശോ അവർക്ക് പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് അവർക്ക് നൽകുകയാണ്. ഈശോയുടെ മറുപടിയിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവിടുന്ന് കൃത്യമായി അവർക്ക് വിവരണം നൽകുന്നത് ഇപ്രകാരമാണ്: മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മുടെ ജീവിതം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. മരണം ഒരു കടന്നുപോകലാണെന്നാണ് ഈശോ പറയുക. മരണം ഒരു കടന്നുപോകലാണ്. അത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനമാണ്. ശരീരം മരിച്ച് മണ്ണിൽ ലയിക്കുമ്പോഴും മരിക്കാതെ തുടരുന്നതാണ് മനുഷ്യാത്മാവ്. നമ്മുടെ ശരീരം മരിച്ച് മണ്ണിൽ ലയിക്കുമ്പോഴും മരിക്കാതെ തുടരുന്നതാണ് മനുഷ്യാത്മാവ്. ലോകാവസാനത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകും. ഈ ശക്തമായി അവർക്ക് നൽകുന്ന പഠനമാണിത്. ലോകാവസാനത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടാകും. മണ്ണിൽ ലയിച്ച മനുഷ്യ ശരീരം മഹത്വപൂർണമായി ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ശരീരത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചിട്ടുണ്ടാകും. നമ്മൾ മരിച്ച് മണ്ണോട് ചേർന്നവരെല്ലാവരും ലോകാവസാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു രൂപാന്തരീകരണം ഉണ്ടാകും. നമ്മളെല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും എന്നാണ് ഈശോ പറയുന്നത്. ഈ പരസ്പര ഇണയും തുണയുമായി വർദ്ധിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മനുഷ്യവർഗം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പുരുഷനെ സ്ത്രീയും പുരുഷനുമായി ദൈവം സൃഷ്ടിച്ചത് അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയില്ല. ഇവിടെ ഇണയും തുണയുമായി ജീവിക്കുക, അവിടെ വർദ്ധിച്ചു പെരുകുക എന്നുള്ളതാണ്. എന്നാൽ മരണത്തോടെ ഈ രണ്ട് ലക്ഷ്യവും ഇല്ലാതാകുന്നു എന്നാണ് ഈശോ പഠിപ്പിക്കുക. മരണത്തോടെ ഇണയും തുണയുമായി ജീവിക്കുക, സ്ത്രീയും പുരുഷനുമായി ജീവിക്കുക, സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുക, ഇതൊക്കെ മരണത്തോടുകൂടി അവസാനിക്കുന്നു. ഈ ലോകത്തോടുകൂടി അതെല്ലാം തീരുന്നു എന്ന് പഠിപ്പിക്കുന്ന ഈശോ പറയുകയാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ രൂപാന്തരപ്പെടുന്നു. മരണത്തിന് അപ്പുറം സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കുന്നത്. സ്വർഗത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും. ആ സ്വർഗത്തിലെ ദൂതന്മാരുടെ അനുഭവമാണ് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി നമ്മളുമായി പങ്കുവച്ചത്. അവിടുത്തെ ആ സ്വർഗീയ അനുഭൂതി അത് ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സദുക്കായ ബാധിച്ചതുപോലെ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത് കൊണ്ട് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഈ ലോക ജീവിതം ആസ്വദിച്ച് ജീവിക്കാം എന്നുള്ളതല്ല നമ്മുടെ പഠനം. ഈശോ വ്യക്തമായി പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. പുനരുത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകാവസാനത്തിൽ നമ്മുടെ ശരീരങ്ങൾ, മണ്ണോട് മണ്ണായ ശരീരങ്ങൾ എല്ലാം ഉയർത്തെഴുന്നേൽക്കും. നമ്മളെല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പുനരുത്ഥാനം മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹപ്രദമാക്കുവാൻ, നമ്മുടെ ഈ ഭൂമിയിലെ പാപരഹിതമായി ജീവിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുവാനായി നമുക്ക് പരിശുദ്ധ അമ്മ ഈ മാസം ജപമാല മാസത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക്, പരിശുദ്ധ അമ്മ എപ്രകാരം സ്വർഗത്തിലേക്ക് പോയോ അതുപോലെ അമ്മയുടെ മക്കളായ നമുക്കും സ്വർഗത്തിൽ എത്തിച്ചേരുവാനും സ്വർഗവാസികളോടൊപ്പം, സ്വർഗത്തിലെ ദൂതന്മാരോടൊപ്പം പങ്കുചേർന്ന് ആ സ്വർഗം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം എന്ന് കൃത്യമായി ഈശോ പഠിപ്പിക്കുകയാണ്. തോന്നിയതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോക ജീവിതത്തിന്റെ അവസാനം മരണം സംഭവിക്കുമ്പോൾ ആ മരണത്തോടൊപ്പം തന്നെ ഒരു വിധിയുണ്ട്. മരണത്തോടൊപ്പമുള്ള വിധിയാണ് ധനത് വിധി എന്ന് പറയുക. ആ ധനത് വിധിയിൽ നമ്മൾ മാരക പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ നിമിഷം തന്നെ അവർക്ക് ലഭിക്കുന്നത് നരകമാണ്.
ഈ ഭൂമിയിൽ വിശുദ്ധിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ മരണസമയത്ത് തന്നെ അവർക്ക് സ്വർഗം ലഭിക്കും. എന്നാൽ സ്വർഗത്തിലേക്ക് പോകുവാൻ മാത്രമുള്ള വിശുദ്ധി നമുക്കില്ല. അതോടൊപ്പം മരിക്കുന്ന സമയത്ത് മാരക പാപത്തിലല്ല നമ്മളെങ്കിൽ നമുക്ക് വിശുദ്ധീകരണത്തിനുള്ള അവസരം ദൈവം നൽകുന്നു. അതാണ് ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മരിക്കുമ്പോൾ തന്നെ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സന്തോഷവും കർത്താവേ ഞങ്ങൾക്ക് ധന്യമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെ പ്രവാചകന്മാരെയും സമാധാനിക്കുകയും എല്ലാ നീക്കുള്ള ഭൂമിയാവുകയും ചെയ്തമായി തിരുസഭയുടെ പ്രബോധനങ്ങൾക്ക് വിധേയരായി ജീവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീക്ഷണതയോടുകൂടി ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ സമാധാനിയെ ശക്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ മുഖത്ത് കണ്ട് നീതിപൂർണ്ണ ശിഷ്യന്മാരെ പ്രത്യേകിച്ച് വിഷയമായി വിധി ദിവസത്തിൽ ബോധപൂർണ്ണമായി നീതി രക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നീതിയെ ഞങ്ങളെ യോഗ്യരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി വിശുദ്ധമാർഗത്തിലൂടെ അനുദിനം മുന്നേറുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സർവ്വമുഴുവൻ നേതാവായ ഞങ്ങളുടെ പരിശുദ്ധാവ് മാലിയോപരിമാറാകട്ടെ. ഞങ്ങൾക്ക് പഠിക്കാവുന്നതുമായ ഏകാശമാരായ ഞങ്ങളുടെ പൊതുഷ്ടായി ഞങ്ങളുടെ രൂപതാദൃശ്യമായ മാർഗികൃതാനെ മക്കളാനെ ആദ്യം ഞങ്ങൾ നൽകിയിരിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാണുകയും അധികത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛനമായ ഈ ജലമുഴുവന്റെയും കടലുപത്തിനും പാപമോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളെയും കഴിക്കട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. നാഥായങ്ങൾക്കായി മോചനമേകാൻ നീ പീഠമൊരുക്കുന്നു. നിർമ്മലമാനസരെല്ലാരും നിൻ തിരുസന്നിധി അണയുന്നു. പാപിക്കും നീയേകുന്നു പാപവിമോചനമീദാനം. ഈ ബലിയിൽ വാഴ്ത്താം നിൻ നാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ യോസേപ്പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ഘോഷിക്കട്ടെ. വിജയം വച്ച നീതിമാന്മാരുടെയും മുകളും ചുടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ചെറിയവരും വലിയവരുടെ സ്ഥിരമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
സൃഷ്ടിക്കുകയും എല്ലാം സൃഷ്ടിക്കുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് നൽകി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പിഴകൾ സഹിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാമത്തെ സമയത്ത് എഴുതുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസനങ്ങളെ തൊഴിൽ ചെയ്യുന്നു. ആമേൻ. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നീ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാരദീസമാരും മേധാവിമാരും മെത്രാപ്പൊലീത്തമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയെ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ സ്നേഹവും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധമായ കൃപയാൽ ഇവരെ നമുക്ക് സഹായിക്കാൻ രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങളിൽ പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഞങ്ങളെ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലുള്ള സംഘടനയെ ശുശ്രൂഷകരാകുവാൻ വെളിവരും പാപികളുമായ ഞങ്ങളെ കാരുണ്യാതിരിക്കാൻ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും കർത്താവിനോടും സ്തുതിയോടുകൂടി കർത്താവിനെ നിന്ന് വിളിക്കുകയും അവിടുത്തെ വിളിച്ച് രക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആർക്കോടും തന്നെ ഇവിടെ സൂക്ഷിക്കുകയും ഭയഭീകരമായ രഹസ്യങ്ങൾ ചെയ്യപ്പെടുന്നു. പുരോഹിതന്മാർ വഴി സമാധാനം സമ്പ്രദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണിനെ താഴ്ത്തിയ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവിഹാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവിഹാര വിചാരങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും
ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധമായ കോവിന്മാരോടും സഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. അഭൂമിയിൽ ഈശോയുടെ ശരീരങ്ങളായ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളിലും ദുഃഖങ്ങളിലും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അവിടുത്തെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അത് പ്രകാശിക്കുവാൻ കഴിയാത്തവർ അത്ര വലിയ അനുഗ്രഹമാണ് നീങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവിതം ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധർമ്മിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുഖത്തോടെയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ദൈവനാഥൻ മാർപ്പാപ്പയ്ക്കും
ഞങ്ങളുടെ സഭപിതാവും ധർമ്മമായ മാതാപിതാക്കളും ഞങ്ങളുടെ അധ്യക്ഷരാണ് ഞങ്ങളുടെ പിതാവിനും അധ്യക്ഷമായി മാർ ജയിക്കുവാനും വിശുദ്ധ സഭകളിലും പുരോഹിതന്മാരുടെ അധികാരികൾ സന്യാസികൾ അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിവാർത്ത വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. യേശുവിനും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വരുവാൻ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങനെ കാരണത്തെ പ്രത്യാസവും കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുള്ളവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവവുമായ ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹിതന്മാർ, രക്തസാക്ഷികൾ, മതകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സമാധിയുടെ സജീവവും ജീവദായകമായ മുദ്രിതരും ഞങ്ങളുടെ നാഥനും രക്ഷകമായ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാരണത്തിന്റെയും മഹനീയവും പരിക്കലും പ്രസിദ്ധവും ജീവദായകവും ദൈവികമായ സത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളട്ടെ. നിന്റെ ദാസനെ കുർബാനയിൽ ആവശ്യിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടലോചിക്കും പാപങ്ങളോടത്തിലും മരിച്ചവരുടെ പ്രത്യാശിക്കും ഇതിനെ എല്ലാവരോട് വെച്ച് സ്വർഗരാജ്യത്തിൽ ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വേണ്ട രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങളുടെ അഭിഷേകത്തിന്റെ മൗല്യത്തിൽ ആലോചിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പ്രസിദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കൊത്തവരോട് ദയ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദൃഢവും പ്രസിദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ സ്വർഗ്ഗത്തിൽ നൽകിയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയും പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
യോജിപ്പുറമയക്കുന്നതോടും കൂടെ ഇവയെ സ്മരിപ്പുകൊള്ളാം. കർത്താവേ, എന്റെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇത് ഞങ്ങളുടെ ഹൃദയങ്ങളോടും ആത്മാക്കളെ രക്ഷിക്കാറുമാണ്. നിത്യജീവനും നാമമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. നമുക്കെല്ലാവർക്കും വേണ്ടി ചേർന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന രണ്ട് കൈകൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഒരു സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. വിശദീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ രക്തവും നൽകപ്പെടുന്നു. നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം. കടങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഈ ദിവസത്തെ സമീപിക്കുകയും മാലാഖമാരോടൊത്ത് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. അവിടുത്തെ കാരണത്താൽ എല്ലാവർക്കും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കൈമേൽ
ഫെബ്രുവരി 1465, പ്രസാദമായ 1928. ഈ ആഴ്ചയിൽ വിദ്യാലയത്തിലേക്ക് വേണ്ട കോൺവാർഡിലെ കുടുംബങ്ങൾ തിങ്കൾ കുഞ്ഞമ്മ മണിയാട്ട്, ചൊവ്വ സെബാസ്റ്റ്യൻ തട്ടൽ മണ്ടി, ബുധൻ മാത്യു കൽവേലിൽ, വ്യാഴം ഷാജൻ കവലക്കാട്, വെള്ളി മാത്യു പുത്തമ്പലത്തിൽ, ശനി മോൺസി ഇട്ടിയക്കാട്. ഇന്ന് കുടുംബസമ്മേളനത്തോടൊപ്പം ജപമാല സമാപനമുള്ളത് വൈകുന്നേരം 6:30 സംഗീതി സെന്റ് ജോസഫ് വാർഡിൽ മകൻ ഡേവിസിന്റെ വസതിയായിരിക്കും. ഇന്ന് നടത്താനിരുന്ന തെങ്ങര നിത്യസഹായ മാതാ വാർഡിന്റെ വാർഷികം മഴ കാരണം നവംബർ 16-ാം തീയതി ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച കുടുംബസമ്മേളനങ്ങൾ ഉച്ചകഴിഞ്ഞ് 3:30 ടൗൺ പ്രസാദ മാതാ വാർഡിൽ കുഞ്ഞമ്മ മണിയാട്ട്, 5 മണിക്ക് പയ്യന്നം ലിറ്റിൽ ഫ്ലവർ വാർഡിൽ ജോഷി പന്തപ്ലാത്തൊട്ടിയിൽ, വൈകുന്നേരം 6 മണിക്ക് പറമ്പുള്ളി സെന്റ് വിൻസെന്റ് പോൾ വാർഡിൽ ജോൺസൺ പലയത്തിൽ, 6:30 അക്കിപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ വാർഡിൽ ടോണി പുത്തൻവേള. ആഘോഷമായ ജപമാല പ്രാർത്ഥനയ്ക്ക് ഈ ആഴ്ചയിൽ നേതൃത്വം നൽകേണ്ടത് തിങ്കൾ ലിറ്റിൽ ഫ്ലവർ പയ്യനം സെന്റ് സെബാസ്റ്റ്യൻ അക്കിപ്പാട്, ചൊവ്വാഴ്ച വിശുദ്ധ വിൻസെന്റ് പോൾ സൊസൈറ്റി അംഗങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പ്, ബുധനാഴ്ച മാതൃവേദി, വ്യാഴം സെന്റ് ജനറേറ്റ്, വെള്ളി സമാപന ദിവസം KCവയും നേതൃത്വം നൽകുന്നു. അടുത്ത ഞായറാഴ്ച നവംബർ 2 സഹകരണങ്ങളുടെ ഓർമ്മ തിരുനാളാണ്. രൂപതയിലുള്ള നിർദ്ദേശമനുസരിച്ച് നവംബർ 2 തിരുക്കർമ്മങ്ങളും സെമിത്തേരിയിലെ പ്രാർത്ഥനകളെല്ലാം ഉണ്ടായിരിക്കുക. നവംബർ 1-ാം തീയതി ശനിയാഴ്ചയായിരിക്കും. മരിച്ചുപോയവരുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുവാനും അവരുടെ പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള മാസമാണ് നവംബർ മാസം. പ്രത്യേകിച്ച് 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 6:00 വിശുദ്ധ കുർബാന, അതേ തുടർന്ന് സെമിത്തേരിയിൽ പ്രാർത്ഥന. എല്ലാവരുടെയും പ്രിയപ്പെട്ടവർക്ക് കല്ലറകൾ പൂക്കളൊക്കെ വെച്ച് ഒരുക്കുവാനായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ശനിയാഴ്ച PSSPയുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലുമായി സഹകരിച്ചുള്ള പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ പാരിശ്രമിൽ വെച്ച് അടുത്ത ശനിയാഴ്ച നടത്തുന്നു. അങ്ങനെയുള്ളവരെ അതിൽ പങ്കെടുപ്പിക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കും. രൂപതാദിനത്തിന്റെ കവറുകൾ വീടുകളിൽ നിന്നും നൽകാത്ത ചിലരുണ്ട്. അവർ എത്രയും പെട്ടെന്ന് നൽകണമെന്ന് അറിയിക്കുന്നു. വീട് വെച്ചിരിപ്പ് എല്ലാം പൂർത്തിയായി. ഇനിയും വെച്ചിരിക്കാത്ത വീടുകൾ അച്ഛന്മാർ വന്നപ്പോൾ എല്ലാവരുടെ വീടുകൾ വെച്ചിരിക്കുവാനായി ഈ ആഴ്ചയിൽ നിങ്ങൾ അച്ഛന്മാരെ അറിയിച്ച് വീട് വെച്ചിരിപ്പ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച കൂടിയ ഇടവക പൊതുയോഗത്തിൽ 2026 തിരുനാൾ ജനുവരി 16, 17, 18 ദിവസങ്ങളിൽ നടത്തുവാനും ജനറൽ കൺവീനറായി മാതൃശൻ കാര്യത്തിനെയും വിവിധ കമ്മിറ്റി കൺവീനർമാരെയും തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ വിൽപ്പന പിരിവ് നവംബർ 22-ാം തീയതി ശനിയാഴ്ചയും 23-ാം തീയതി ഞായറാഴ്ചയും നടത്താൻ തീരുമാനിച്ചു. ഈ വർഷം ക്രിസ്മസിനോടനുബന്ധിച്ച് വാർഡടിസ്ഥാനത്തിൽ നക്ഷത്ര മത്സരത്തിന് പകരം കരോൾ ഗാന മത്സരമായിരിക്കും നടത്തുക. എല്ലാവരും കർത്താവായ ദൈവമേ, തിരുവചനത്തിലൂടെ രഹസ്യം വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായി ഞങ്ങൾക്ക് ശക്തി നൽകി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരനായി നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ ശരീരത്തിനെ സ്വീകരിച്ച ഞങ്ങളെ നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സ്തുതിരവും പ്രസിദ്ധവും ജീവനായകവുമായ ശരീരങ്ങൾ വഴി തന്റെ മഹത്വത്തിൽ നമ്മെ പങ്കുവരാക്കിയ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെടാനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, ദൈവരാജ്യത്തിന് വേണ്ടി പീഡകളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നോട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സജീവമായ നിങ്ങളെല്ലാവരും മുതിർന്നും എല്ലാ വിപത്തിൽ നിന്നും സംരക്ഷിതമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലികടമേ സ്വസ്തി. ഈശോ
ദൈവത്തിന്റെ മകനെ പ്രതിരോധിച്ചിരുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളുടെ വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമ്പന്നമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരിസ്ഥിതി സ്വഭാവത്തിന്റെയും മകുടമായി തീരട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വ്യക്തികളെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷകരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും സ്വീകരിക്കണമേ. ദൈവകരമായ വിശുദ്ധ ജോമറിയാമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. കനിവിൻ